ഇത് ഉച്ചയ്ക്ക് ഒരു 12 മണിയാട്ടോ. അപ്പോൾ പഴഞ്ചോറ് ഇരിപ്പുണ്ട്. പഴഞ്ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് കരിവാട് വറുക്കാം കേട്ടോ. കരിവാട് മീൻസ് ഉണക്കമീൻ. ഞാൻ തിരുവനന്തപുരത്ത് കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയൊക്കെ കരിവാടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കരിവാടും വറുത്തിട്ട് ഒരു മുട്ടയും പൊരിക്കാമെന്ന് വെച്ച്. അപ്പോൾ പിന്നെ ബിബിൻ ചേട്ടന് കൊടുത്തു വിട്ട കറികളൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പം ചമ്മന്തിയുണ്ട്, തോരൻ, തലേന്നത്തെ മീൻകറി, പിന്നെ പുളിശ്ശേരി, തൈര് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് പഴഞ്ചോറ് കഴിച്ചാലോ. പണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇഷ്ടമാണ്. ആ സമയത്ത് എപ്പോഴും പുറത്ത് പോയി കഴിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ അമ്മ പറയുമായിരുന്നു ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ അമ്മ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാണ്ടേ നമ്മൾ ചട്ടി വെച്ചു. പഴഞ്ചോറ് നല്ല ഉള്ളിയൊക്കെ ഇട്ട് തലേന്ന് ഞാൻ പുറത്ത് വെച്ചില്ല, അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. പിന്നെ ദാണ്ടേ പയറുതോരൻ. എനിക്ക് ഇത് പയറുതോരൻ അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ ബിബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ബാക്കി വന്ന് കളയണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ വെച്ച് ഇങ്ങനെ കഴിക്കാം. പിന്നെ നമ്മുടെ കരിവാട് ഉണക്കമീൻ ഇവിടെ അങ്ങനെ വാങ്ങിക്കത്തില്ല കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ബിബി കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാൻ. പിന്നെ ചമ്മന്തി, പിന്നെ ചേട്ടൻ, ബിബിൻ ചേട്ടൻ, അങ്ങനെ ഞാൻ പലപ്പോൾ പലതാണ് വിളിക്കുന്നത് കേട്ടോ. അത് നിങ്ങളൊന്നും വിചാരിക്കില്ല, വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ വിളിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ വെഞ്ചിട്ടെന്ന് വിളിക്കും, ബിബീന്ന് വിളിക്കും, അങ്ങനെയൊക്കെയാണ്. ഇതാണ്ട പിന്നെ ഞാൻ മീൻകറി വെച്ചിട്ടോ. ഇതിലൊരു രക്ഷയില്ലായിരുന്നു. തലേന്നത്തെ മീൻകറി കേട്ടോ. ഹൈലൈറ്റ് അത് തന്നെയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ തൈരൊക്കെ ഒരു ആഡംബരത്തിന് വെച്ചതാണ് കേട്ടോ. പിന്നെ പുളിശ്ശേരി. ഇത് തലേന്നത്തെ പുളിശ്ശേരി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ്. എല്ലാവർക്കും അറിയാമല്ലോ തലേന്നത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഒരു പച്ചമുളകും വെച്ച്. ഇനി എന്താ ഇതൊക്കെ വെക്കുമ്പോൾ ഒരാൾ ഭയങ്കര ബഹളം കേട്ടോ. അയ്യോ താ 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 എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ ബഹളം കാരണം ഞാൻ പെട്ടെന്ന് കുഴച്ചെടുത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. എന്താ പറയുക, ഒരു രക്ഷയില്ലായിരുന്നു. പഴഞ്ചോറ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ഇത്രയും